ജെയ്സണുമായിട്ട് മേൽശാന്തി സംസാരിച്ചു. നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ എവിടെയുള്ളേ തിരുമേനി? ഞാൻ അമ്പലത്തിലെ എവിടെയാ കറക്റ്റ്? വാസുപുരം ആറേശ്വരം അല്ലേ? തിരുമേനിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മേൽശാന്തിയായിട്ട് തിരുമേനിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുമേനി എന്താണ് ആദ്യത്തെ പ്രതികരണം? എന്താണ് തിരുമേനിയുടെ? സന്തോഷം. ഇതിനു മുൻപും അപ്ലൈ ചെയ്തിരുന്നോ? 3 പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം. ഇത് 3ാമത്തെ തവണയാണ് അല്ലേ? ഇതിനു മുൻപ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 2 തവണ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ആദ്യം റിപ്പോർട്ടർ ചാനലാണോ വിളിച്ചു പറയുന്നത് തിരുവേനിയോട്? അപ്പൊ അതിന്റെ അമ്പലത്തിലേ നല്ല തിരക്കാ, മുപ്പട്ട ശനി. അതെ, അപ്പൊ അല്ല, ആദ്യം ഞങ്ങളാണോ റിപ്പോർട്ടർ ടി.വി ആണോ വിളിച്ചു പറയുന്നത് അങ്ങയോട്? ആദ്യത്തെ കോൾ എടുത്തത് അങ്ങയുടെയാണ്. താങ്ക് യു. ഹലോ, നല്ല തിരക്കിലാണ് പ്രസാദ് നമ്പൂതിരി ഉള്ളത്. ക്ഷേത്രത്തിലാണ് അദ്ദേഹം. ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കവെയാണ് ജെയ്സൺ ചാമോളപ്പിൽ വിളിച്ച് ഈ വിവരം പ്രസാദ് നമ്പൂതിരി അറിയിക്കുന്നത്. പ്രസാദ് ഇ.ഡി. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വിവരമാണ് നമ്മൾ അറിയിക്കുന്നത്. 3 തവണ അദ്ദേഹം അപേക്ഷിച്ചിരുന്നു. 3ാമത്തെ തവണയാണ് അദ്ദേഹത്തിന് അയ്യപ്പൻ കടാക്ഷിച്ചത്. അയ്യപ്പനെ 1 മാസം പൂജിക്കാനുള്ള അവസരം, ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് പ്രസാദ് ഇ.ഡിക്കാണ്. ചാലക്കുടി മനയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ചാലക്കുടി ഏറന്നൂർ മനയിലെ പ്രസാദ് ഇ.ഡി. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിവരം അദ്ദേഹത്തെ നമ്മൾ അറിയിച്ചു. സന്തോഷം എന്നാണ് നമ്പൂതിരി നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ പ്രവീണിലേക്ക് പോകാം. പ്രവീൺ, ഇപ്പോൾ നമ്മൾ നമ്പൂതിരിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം നമ്മളിലൂടെയാണ് പ്രസാദ് ഇ.ഡി. അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൽ പൂജയിലാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്, ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തിരക്കിനിടയിലാണ് ഈ വിവരം, സന്തോഷ വാർത്ത അദ്ദേഹം അറിയുന്നത്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. മാളികപ്പുറം മേൽശാന്തിയുടെ പേര് വിവരം കിട്ടിയോ? അരുൺ, ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇപ്പോൾ മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടപടികൾ നടക്കുകയാണ്. 13 പേരാണ് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിനുള്ള പട്ടികയിൽ ഉള്ളത്. അത് അല്പസമയത്തിനകം നമുക്ക് അത് അറിയാൻ കഴിയും. ശബരിമലയിൽ നിന്ന് അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് 50,000-ലധികം പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ കണക്ക് പ്രകാരം ഇന്നലെ നട തുറന്ന ദിവസം, അത് 4 മണിക്ക് ശേഷം 30,000-ഓളം പേർ ദർശനം നടത്തിയതാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇന്ന് അതിൽ കൂടുതൽ പേർ ദർശനം നടത്താനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളൊക്കെ പുനഃസ്ഥാപിച്ചു. വലിയ തിരക്ക് എന്ന് തന്നെ പറയാം. സാധാരണ മാസപൂജാ ദിനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. അതിന് ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇനിയിപ്പോൾ അടുത്ത മാസം മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലമൊക്കെ കുറച്ച് ആഴ്ചകൾക്കകം അത് തുടങ്ങും. അതിന് മുന്നോടിയായിട്ടുള്ളൊരു മാസപൂജ എന്ന് പറയുമ്പോൾ സാധാരണ ഭക്തർ ഇപ്രാവശ്യം ഇവിടെ വന്ന് മാലയിട്ട് പോവുകയും പിന്നീട് വീണ്ടും മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കൊക്കെ എത്തുന്ന ഭക്തരുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടുതലായി ഈ മാസമാണ് തിരഞ്ഞെടുക്കുക. ഈ തുലാമാസം തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ടാണ് ഈ നട തുറക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ മാളികപ്പുറത്ത് ഇപ്പോൾ നറുക്കെടുപ്പ് ചടങ്ങുകൾ നടക്കുകയാണ്. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് അല്പസമയം മുമ്പ് നടന്നു. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ 14 പേർ ഉണ്ടായിരുന്നു. അതിൽ ഒരാളെയാണ് നറുക്കെടുത്തത്. ശബരിമല സന്നിധാനത്ത് നിന്നും തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ മേൽശാന്തിമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ചാലക്കുടിയിലെ പ്രസാദ് ഇ.ഡിയാണ് ഇപ്പോൾ മറ്റത്തൂരുള്ള ക്ഷേത്രത്തിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ വിവരം അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. ഏറെ സന്തോഷകരമായ വാർത്ത.